ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവേ, പ്രിയപ്പെട്ട ചെല്ലാനച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വിയാരീച്ച, മറ്റു വൈദികരെ, ഡീക്കന്മാരെ, സമർപ്പിതരെ, ശിവരിയാങ്കുഴി കുടുംബാംഗങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, നമ്മളുടെ രൂപതാംഗവും മുതിർന്ന വൈദികരിൽ ഒരുവനുമായിരുന്ന പ്രിയപ്പെട്ട ശിവരിയാങ്കുഴി ജോർജ് അച്ഛൻ നമ്മിൽ നിന്ന് വേർപെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വർഗ പ്രവേശനത്തിനു വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അച്ഛൻ്റെ സുദീർഘമായ ഒരു കാലഘട്ടത്തിലെ പൗരോഹിത്യ ജീവിതവും ശുശ്രൂഷകളിലെ വെടിപ്പുള്ള ആഭിമുഖ്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വർഗ പ്രവേശനത്തിൻ്റെ കരുത്തുറ്റ കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മളുടെ ഇടവാംഗമായ ജോർജ് അച്ഛന് വൈദിക പരിശീലനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മേജർ സെമിനാരി പഠനം സെയിന്റ് പോൾ സെമിനാരി തിരുച്ചിറപ്പള്ളിയിലാണ്. 1968 മുതൽ 75 വരെയുള്ള കാലഘട്ടം. നമ്മുടെ കുർബാനയിൽ പങ്കെടുക്കുന്ന പുലിക്കലച്ഛനും ദിവാറമ്പലച്ഛനും പൂത്തങ്കലച്ഛനും ഒക്കെ അവിടെ ഒരു സഹപാഠികളാണ്. തോമാച്ചൻ തിരുച്ചിറപ്പള്ളി മേജർ സെമിനാരിയിൽ ഒന്നിച്ച് പഠനം നടത്തിയവരുമാണ്. ഇന്നലെ അവരുടെ സഹപാഠികളായിരുന്ന മലങ്കര കത്തോലിക്ക സഭയിലെ യുഹാനോൻ പിതാവും ജോഷുവ പിതാവും മെഡിസിറ്റി മോർച്ചറിയിൽ വന്ന് നമ്മുടെ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കലച്ഛനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ വലിയ സൗഹൃദം മലങ്കര സഭയിലെ സഹപാഠികളായ ആ പിതാക്കന്മാര് എന്നും കാണിച്ചുകൊണ്ടാണിരുന്നത്. നമ്മുടെ അച്ഛൻ തിരുപ്പട്ടമേറ്റത് ഇവിടെയാണ്. നമ്മുടെ വലിയ പിതാവ് പുള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് 1975. പിന്നീട് 4 പള്ളികളിൽ പൂവരണി, കൂടല്ലൂര്, അരുവിത്തുറ, ഭരണങ്ങാനം എന്നീ സ്ഥലങ്ങളിൽ അസിസ്റ്റന്റിയായിട്ട് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം 4 ഇടവകളിൽ കാളികാവ്, കളത്തുക്കടവ്, മല്ലികശ്ശേരി, വിളന്തോട്ടം ഇവിടങ്ങളിൽ വികാരിക്കടുത്ത ശുശ്രൂഷ, ഉത്തമനായ ഒരു വികാരി എന്ന നിലയിൽ അദ്ദേഹം ഇടവക ജനത്തോട് ബന്ധപ്പെട്ട് ജീവിച്ചു. ദീർഘമായ ഒരു കാലഘട്ടം 2002 മുതൽ 2011 വരെ നമ്മുടെ ബോയ്സ് ടൗണിൽ അവരുടെ ആധ്യാത്മിക നേതാവും ഉപദേശകനുമൊക്കെയായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് വീണ്ടും വലിയൊരു കാലഘട്ടം നമ്മളുടെ മാറിപ്രയും പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതമായിരുന്നു. അവസാനത്തെ വർഷങ്ങളിലൊക്കെ അച്ഛന് ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം അച്ഛൻ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് തന്റെ ആത്മീയതയോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അച്ഛൻ്റെ വീട്ടുകാര് അച്ഛനെ നല്ലതുപോലെ അന്വേഷിച്ചു. തായ് സാറ്, ജോസഫ് ചേട്ടന്, എലിക്കുട്ടി ചേച്ചി, ബഹുമാനപ്പെട്ട സിസ്റ്റർ അമേലിയ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആളുകൾ എല്ലാവരും അച്ഛൻ്റെ ജൂബിലി ഇവിടെ വെച്ച് പരിശുദ്ധ കുർബാന ചൊല്ലി ആഘോഷിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്.
അവരുടെ വീട്ടുകാർക്ക് വീട്ടിൽ വെച്ച് നടത്താം എന്ന് വീട്ടുകാരും വിചാരിച്ചതൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പള്ളിയിലാകട്ടെ, ഞാനും കൂടി വന്ന് കുർബാന ചെല്ലാം, നമുക്ക് പള്ളിയിൽ ആഘോഷിക്കാം. അത് വലിയൊരു ആത്മീയ ഉണർവായിരുന്നു. അച്ഛൻ മുഴുവൻ സമയവും താഴെയിരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷ കാലഘട്ടവും വിശ്രമ കാലഘട്ടവും നമുക്ക് ഏവർക്കും മാതൃകയാകേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളുടെ വൈദിക സംസ്കാര തിരുക്കർമ്മത്തില് മനോഹരമായ 2-3 പ്രാർത്ഥനകള് ഒന്നാം മൗത്തുവായുടെ ഒനീസായിൽ ഇപ്രകാരമാണ്: തിരുപുത്രന്റെ പുരോഹിതൻ അവന്റെ നല്ല മുന്നോടിയായ യോഹന്നാൻ മാംദായോടൊപ്പം സ്വർഗീയ കിരീടം അണിയിക്കപ്പെടുകയാണ്. സ്വർഗീയ മലാഖമാരോടൊപ്പം അവൻ ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒരു വൈദികന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വം അതാണല്ലോ. തിരുപുത്രന്റെ പുരോഹിതൻ അവന്റെ നല്ല മുന്നോടിയായ യോഹന്നാൻ മാംദാനായോടൊപ്പം കിരീടം അണിയിക്കപ്പെടുകയാണിപ്പോൾ. മറ്റൊരു പ്രാർത്ഥനയിൽ കഹ്ന സഖിയ ബ്രൈറ്റ് റോബ്ഡ് പ്രീസ്റ്റ്, ശുഭ്ര വസ്ത്രധാരിയായ പുരോഹിതൻ, ശോഭയേറിയ വസ്ത്രമണിഞ്ഞ പുരോഹിതൻ. പുരോഹിതന്റെ ആത്മാവിന് ഉണ്ടാകേണ്ട തിളക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മിശിഹായെ ധരിച്ചവനും സ്വർഗീയ മഹത്വം ചാർത്തിയവനുമായ പുരോഹിതൻ ആണ് തിളങ്ങുന്ന വസ്ത്രത്തോടു കൂടിയവൻ. തിരുപ്പട്ട ശുശ്രൂഷയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തിളങ്ങുന്ന മാണിക്യം പോലെ അനവരതം കതിരുകൾ ചിന്താൻ വേണ്ടിയാണ് ഈ ഡീക്കനെ നമ്മൾ പുരോഹിതനാക്കുന്നത് എന്ന്. തന്റെ അധ്വാനം കൊണ്ട് വിശുദ്ധ മദ്ബഹായെ സംരക്ഷിച്ചവനും തന്റെ വിശുദ്ധിയാകുന്ന എണ്ണ കൊണ്ട് നീതിമാന്മാരുടെ അസ്ഥികൾക്ക് മുമ്പിൽ വിളക്കുകൾ കത്തിക്കുന്നവനുമാണ് യഥാർത്ഥ പുരോഹിതൻ. പൗരസ്ത്യ സുറിയാനി സഭയിലെ അതിസുന്ദരമായ ചിന്തകളാണ്. അതിൽ ഞാൻ 3 ചിന്തകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണല്ലോ അത്. പള്ളികൾ സന്ദർശിക്കുകയും ദേറാകൾക്ക് ദാനം ചെയ്യുകയും ഏകാന്തവാസികളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പുരോഹിതന് മഹാഭാഗ്യം ലഭിക്കും. ഒരു പുരോഹിതൻ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിമിതമായ ശുശ്രൂഷകൾക്ക് അപ്പുറത്ത് അദ്ദേഹം ചെയ്യേണ്ട പരിശുദ്ധമായ എക്ലീഷ്യൽ കർമ്മത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണല്ലോ. ജോർജ് അച്ഛന് വളരെ ശുദ്ധമായ മനസ്സോടും മനസാക്ഷിയോടും കൂടി ജീവിച്ചയാളാണ്. അജപാലനത്തിനും ആത്മീയതയ്ക്കും കാർഷിക മേഖലയ്ക്കും അദ്ദേഹം വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അച്ഛൻ വളരെ സാധാരണ രീതിയിലുള്ള ജീവിതമാണ് നയിച്ചത്. ധാരാളം വർത്തമാനം പറയുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു, പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ചു ചിരിക്കുമായിരുന്നു. അങ്ങനെ നല്ല രസകരമായ രീതിയിൽ അച്ഛൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും അച്ഛൻ പരിഗണിക്കുകയും സ്വന്തം എന്നതുപോലെ ചേർത്ത് നിർത്തി വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ചാച്ചനും
നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛനും അതുപോലെ തന്നെ. അച്ഛനിരുന്ന പള്ളികളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അവിടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് എല്ലാ പള്ളികളിലും മുളക് കൊടി ഇടുകയും കമുക് വയ്ക്കുകയും തെങ്ങ് വയ്ക്കുകയും എല്ലാം ചെയ്യുന്ന ജോലി അച്ഛനിൽ സഹജമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മറ്റാരും നിർബന്ധിച്ചിട്ടോ മറ്റാരുടെയും കൂട്ടത്തിലോ ചെയ്യുന്ന ഒരു കാര്യമല്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്തും അദ്ദേഹം ഇക്കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. കണ്ടുമുട്ടുന്ന എല്ലാവരോടും കൂട്ടുകൂടുമായിരുന്നു. അവരോടെല്ലാം ഒരു വലിയ കൺസേൺ അച്ഛൻ കാണിച്ചിരുന്നു. ധാരാളം പാവപ്പെട്ട കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടുണ്ട്. അച്ഛനിരുന്ന എല്ലാ ഇടവകളിലും വലിയ സ്നേഹബന്ധം അദ്ദേഹം ആഴത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആളായിരുന്നു. അച്ഛന്റെ അനാരോഗ്യം വഴിയുള്ള പരിമിതികളും അച്ഛന് അറിയാമായിരുന്നു. അതെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുകയായിരുന്നു. ബോയ്സ് ടൗണിൽ ഉണ്ടായിരുന്ന ഒരു പതിറ്റാണ്ട് ആ കുട്ടികൾക്കെല്ലാം അച്ഛനോട് വലിയ ആവേശമായിരുന്നു. അച്ഛന്റെ തമാശകളും അച്ഛന്റെ സാധാരണ വർത്തമാനവും ഭക്തിയോടുകൂടിയ പരിശുദ്ധ കുർബാന അർപ്പണവും എല്ലാം. അപ്രൈമറി ഹോമിലും വൈദികർക്കും അവിടെ വരുന്ന എല്ലാവർക്കും ശിവരാങ്കുഴിയച്ഛൻ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അച്ഛനെ കാണാതെയും അച്ഛനെ അന്വേഷിക്കാതെയും ആരും തന്നെ അവിടുന്ന് മടങ്ങിപ്പോകാറില്ലായിരുന്നു. അഗസ്തീനോസ് വൈദികരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: അജപാലന മേഖലയിൽ ഇത്രയും മതി എന്ന് പറഞ്ഞ് മടുത്താൽ വലിയ അപകടമാണ്. നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കണം, എപ്പോഴും പുരോഗമിക്കണം. ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ അച്ഛൻ ആദ്യകാലങ്ങളിലെല്ലാം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തിരുന്നു. ഒരിടത്തും വിശ്രമിക്കാതെ ഇരിക്കാതെ ദൈവത്തിന്റെ സുവിശേഷം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി അച്ഛൻ തീവ്രമായിട്ട് പരിശ്രമിച്ചു. 1 തിമോത്തി 6:11-14 നീ ദൈവിക മനുഷ്യനായിരിക്കണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യണം. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രമാണങ്ങളെല്ലാം നീ അന്യൂനമായി കാത്തു സൂക്ഷിക്കണം. അല്ലയോ തിമോത്തേയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്ത് സൂക്ഷിക്കണം. ഒരു വൈദികൻ തിരുപ്പട്ടം സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണമേന്മകളാണ് വിശുദ്ധ പൗലോസ് തന്റെ സഹപ്രവർത്തകന് കൊടുക്കുന്ന ഈ നിർദ്ദേശത്തിൽ നാം കാണുന്നത്. സുവിശേഷം വളരെ കോസ്റ്റ്ലിയാണ്. സുവിശേഷം പഠിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രലായിട്ട്, കളർലെസ് ആയിട്ട് ഒക്കെ ജീവിക്കാൻ സാധിക്കുകയില്ല. തിരുവചനം വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ചൂസിങ് ദ ഗോസ്പൽ ഈസ് കോസ്റ്റ്ലി എന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ആവർത്തിച്ച് നമ്മെ
പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന പുരോഹിതൻ, അവനെ സംരക്ഷിക്കാൻ മറ്റാരും ആവശ്യമില്ല. വേറെ വലിയ ബ്യൂറോക്രാറ്റിക് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. തിരുവചനം ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹം പെർപെക്ച്വൽ റിസറക്ഷന്റെ അഗ്നിയാണ് കൊണ്ടു നടക്കുന്നത്. ഒരിക്കലും കെട്ടുപോകാത്ത, അണഞ്ഞു പോകാത്ത പുനരുത്ഥാനത്തിന്റെ ആ ജ്വാല തിരുപ്പട്ട സ്വീകരണത്തിലൂടെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ ജ്വലനമാണ് പ്രിയപ്പെട്ട ജോർജൻസിൽ നമ്മൾ ഈ നാടുകളിലൊക്കെ കണ്ടത്. മാർ ഗീവർഗീസ് സഗതായുടെ തിരുനാള് ആഘോഷിച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ ആ ജീവിതമായിരുന്നു The church has developed an ecclesiological tradition of martyrdom. രക്തസാക്ഷിത്വത്തിന്റെ സഭാത്മകമായ ഒരു അടിത്തറ മാർ ഗീവർഗീസാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹം മരണസമയത്തും ആവശ്യപ്പെട്ടത്, എനിക്കൊന്നും വേണ്ട, രാജാവിനോട് പള്ളികൾ സംരക്ഷിക്കണം, വൈദികരെ സംരക്ഷിക്കണം, വൈദികർക്ക് ജീവിക്കാനുള്ള മാർഗം, ഉപജീവന മാർഗവും നൽകണം. ഇക്കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം അവസാനമായിട്ട് സംസാരിച്ചത്. നമ്മുടെ ജോർജച്ചനും നിശബ്ദമായ രീതിയിൽ ഒരു രക്തസാക്ഷിത്വം വരിച്ച ആളാണ്. 4 നൂറ്റാണ്ടോളം ഇടവക വിട്ട് ബോയ്സ് ടൗണിലും വൈദിക മന്ദിരത്തിലുമായിരുന്ന ആ നാളുകളെല്ലാം അച്ഛന് വിഷമങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ഇടപെടുകയും എല്ലാം ചെയ്തിരുന്നു. അച്ഛനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട വലിയൊരു കാര്യമാണത്. ഒത്തിരി പ്രതിസന്ധികൾ ആരോഗ്യപരമായിട്ടൊക്കെ വന്നപ്പോഴും അതെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 5 തിരുവചനങ്ങളാണ്. അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. കേൾക്കുമ്പോൾ ഒരു ഇടർച്ച പോലെ തോന്നാം. അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. വലിയൊരു തിരുവചനമാണത്. അവർ നിങ്ങളെ കൈവടിയുമ്പോൾ, അന്യായമായി നമ്മൾ സമ്പാദിച്ച നിരവധിയായ കാര്യങ്ങളുണ്ടെങ്കിൽ, ഡിസോണസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് മാമോൻ ഓഫ് ഇൻജസ്റ്റിസ് ആണ്. ഇറ്റ് ഈസ് എ വെൽത്ത് ബോൺ ഓഫ് കറപ്ഷൻ, അബ്യൂസ് ഓഫ് പവർ, അൺജസ്റ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അൺഅക്കൗണ്ടഡ് മണി. ഇങ്ങനെയുള്ള നിരവധിയായ മേഖലകളിൽ നമുക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കാം, അധാർമിക സമ്പത്ത്. പക്ഷെ ഈശോ പറഞ്ഞത് നിങ്ങളത് ഉപയോഗിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഡൊണേറ്റ് ഇറ്റ് ഇൻ ദ വർക്ക്സ് ഓഫ് ചാരിറ്റി ടു ദ പുവർ. ദേ ആർ ദ പ്രിവിലേജ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഗോഡ്. ദേ വിൽ വെൽക്കം യു ഇൻ ടു ദ ഇറ്റേണൽ ടെൻസ്. നമ്മള് ഒന്നുമില്ലാത്തവരെ, യാതൊരു വിധത്തിലും ജീവിത മാർഗമില്ലാത്തവരെ സഹായിക്കുമ്പോൾ അവര് നമ്മെ നിത്യ കൂടാരത്തിൽ, സ്വർഗത്തിൽ സ്വീകരിക്കും. നമ്മളുടെ പണമെല്ലാം അപ്രകാരമുള്ള ആവശ്യക്കാർക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ മോക്ഷം പ്രാപിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അത് എന്ന് ആണല്ലോ ഈശോ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം.
they will make you enter into the paradise. ഈ അച്ഛന് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് പ്രാർത്ഥന വഴി അവരുടെ വീടുകളിൽ ചെന്ന് ഉപദേശം കൊടുത്തൊക്കെ നിരവധി ആളുകളെ സഹായിച്ചത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അതെല്ലാം നിത്യകൂടാരത്തിൽ, പാരഡൈസിൽ, മോക്ഷത്തിൽ അച്ഛനെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. ജീസസ് ഗോസ് ടു ദ പാത്ത് ഓഫ് വാഷിംഗ് ദ സോ കോൾഡ് dirty money, the path of fraternal charity of generosity towards the poor. അന്യായമായ സമ്പത്തിനെ ഈശോ ഒന്ന് കഴുകി ശുദ്ധീകരിക്കുന്ന മാർഗമാണ് അത് ആവശ്യക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ലഭിച്ചതുപോലെയാണ്. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തുകയാണ്. ഒരു പുരോഹിതന്റെ ആത്മീയ പ്രാധാന്യമുള്ള ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് വലിയ ആശ്വാസം, എത്രയോ ആളുകൾക്ക് നമ്മൾ ചെറുതും വലുതുമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈശോയുടെ രാജ്യത്തിൽ നമുക്കെത്താനുള്ള വലിയ കാര്യമായിട്ട് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്ന് തിമോത്തിയോട് പൗലോസ് പറയുന്ന കാര്യം നമുക്കും ഓർക്കാം. ജോർജ് അച്ഛൻ നല്ലൊരു തറവാട്ടിലെ ആളാണ്. വലിയ സ്നേഹബന്ധങ്ങൾ സഹോദരങ്ങളും മാതാപിതാക്കളുമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചു. മണിക്കൂറുകൾ അച്ഛൻ പ്രാർത്ഥനയിൽ ഇരിക്കുമായിരുന്നു. 2-3 തവണ ഒരേ സായാഹ്ന പ്രാർത്ഥന അദ്ദേഹം മുറിയിലായിരിക്കുമ്പോഴും ചൊല്ലിയിട്ടുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ നമ്മൾ ഒന്നിച്ച് പള്ളിയിൽ ചെന്ന് ചാപ്പലിലിരുന്ന് ചൊല്ലിയതാണല്ലോ. മുറിയിൽ പിന്നെ ഞാൻ അച്ഛനെ കാണാൻ പോയപ്പോൾ വീണ്ടും അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പിതാവേ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണമല്ലോ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് കൂടെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ധാരാളം പ്രാർത്ഥന, നാമജപങ്ങൾ, നമസ്കാരം ഒക്കെ ചൊല്ലി ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിച്ച ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ജോർജ് അച്ഛൻ. അച്ഛൻ്റെ സുദീർഘമായ കാലഘട്ടം നമുക്ക് രൂപതയ്ക്ക് വലിയ നാളുകളായിരുന്നു. അച്ഛനെ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛനും അതുപോലെയായിരുന്നു. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, ഇന്നസെന്റ് ആയിട്ട് അച്ഛനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ആ ഒരു ഗ്ലോറി എന്താണെന്ന് ഈ ലോകത്തിൽ തന്നെ ഒരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ റെസുറക്ഷൻ ഓഫ് ദ ലോർഡ് ഈസ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശ എന്ന് നമ്മൾ ലേഖനത്തിൽ കേട്ടതുപോലെ ഈശോയുടെ ഉത്ഥാനമാണ്. ദ അസെൻഷൻ ഓഫ് ദ ലോർഡ് ഈസ് അവർ ഗ്ലോറിഫിക്കേഷൻ. ഈശോയുടെ സ്വർഗാരോഹണം നമ്മുടെ മഹത്വീകരണവും. ആ ഈശോയെ കൂട്ടുപിടിച്ച് ആ ഈശോയുടെ തിരുപ്പട്ടം ജീവിതത്തിൽ, ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ച ജോർജ് അച്ഛനെ ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. രൂപത ഒന്നാകെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനെ നമുക്ക് മാർ ഗീവർഗീസിനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഇനി അച്ഛൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യട്ടെ.